പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. യഥാർത്ഥ സൗഹൃദം ഈ കഥ കേൾക്കൂ. ലുട്ടുകുരങ്ങനും ഡുണ്ടുകരടിയും വലിയ സുഹൃത്തുക്കളായിരുന്നു. അവരുടെ സൗഹൃദം കാണുമ്പോൾ മറ്റു കരടികൾ പറയും, ഏയ് ഡുണ്ടു, നിനക്ക് ഞങ്ങളെ ഒന്നും പിടിക്കില്ലല്ലോ, കണ്ട കുരങ്ങന്മാരോടൊപ്പം നടന്നാ മതി, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കാണാം, അപ്പൊ ഞങ്ങളെ ഉണ്ടാവുള്ളൂ. ഡുണ്ടു മറുപടി ഒന്നും നൽകിയില്ല. കുരങ്ങൻ കുട്ടികൾക്ക് കരടിയുമായി കൂട്ടുകൂടി നടക്കുന്ന ലുട്ടുവിൻ്റെ പ്രവൃത്തികൾ ഇഷ്ടമല്ലായിരുന്നു. കരടിച്ചേട്ടനോടൊപ്പം കൂടി വിരുതുകൾ കാട്ടി നടക്കാതെ നമ്മൾക്കൊത്തു കളിച്ചിടാം, ഞങ്ങളോടൊപ്പം വന്നാട്ടെ. ലുട്ടു മറുപടി ഒന്നും പറയാതെ അവരെ ഒഴിവാക്കി ഡുണ്ടുവിൻ്റെ കൂടെ തന്നെ നടന്നു. ഒരു ദിവസം കാട്ടിൽ വലിയ മഴ പെയ്തു. ലുട്ടു താമസിച്ചിരുന്ന വൃക്ഷം ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണു. ഭയന്ന ലുട്ടു കരഞ്ഞുകൊണ്ട്, അയ്യോ കഷ്ടം, ഞാനിനി എവിടെ താമസിക്കും എന്ന് ചോദിച്ചു. അത് കേട്ട് ഡുണ്ടുകരടി ഒരു നിമിഷം വൈകാതെ പറഞ്ഞു, ഭയപ്പെടണ്ട ലുട്ടു, എൻ്റെ ഗുഹയുണ്ട്, നീ എന്നോടൊപ്പം വരൂ. ഇനിമേൽ ഇത് നമ്മുടെ രണ്ടുപേരുടെയും ഗുഹയാണ്. അന്നു മുതൽ അവർ ഒരുമിച്ച് താമസിച്ചു. അവർ സഹോദരങ്ങളെപ്പോലെ സ്നേഹത്തോടെ ആ ഗുഹയിൽ കഴിഞ്ഞു. ഒരു ദിവസം ഡുണ്ടുവിന് ശക്തമായ പനി വന്നു. എഴുന്നേറ്റ് നടക്കാൻ ശക്തിയില്ലാതെ കിടന്ന കരടിക്കുട്ടന് ലുട്ടു പനി മാറാനുള്ള മരുന്നും വിശപ്പ് മാറാനുള്ള ആഹാരവും തേനും പഴങ്ങളും കൊണ്ടുവന്നു കൊടുത്തു. അടുത്തിരുന്ന് സ്നേഹപൂർവം പരിചരിച്ചു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കരടിക്കുട്ടൻ സുഖം പ്രാപിച്ചു. അവൻ സ്നേഹത്തോടെ പറഞ്ഞു, ലുട്ടു, സൗഹൃദം എന്നത് സഹായവും സ്നേഹവും പങ്കിടുന്നതാണ്. ലുട്ടു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതേ കൂട്ടുകാരാ, നമ്മൾ ഒരുമിച്ചുള്ളിടത്തോളം ആരും നമ്മെ തോൽപ്പിക്കില്ല. അന്നു മുതൽ കാട്ടിലെല്ലാവരും പറഞ്ഞു, ലുട്ടുവിൻ്റെയും ഡുണ്ടുവിൻ്റെയും സൗഹൃദം കണ്ണുകളിലൂടെയല്ല, ഹൃദയം കൊണ്ടാണ് കാണേണ്ടത്. യഥാർത്ഥ സൗഹൃദം വാക്കുകളിലല്ല, പ്രവൃത്തികളിലാണ് തെളിയുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു.